കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. ടിവികെ അധ്യക്ഷൻ വിജയിയെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചു. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നും അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ലെന്നും കോടതി വ്യക്തമാക്കി. ദുരന്തത്തിൽ സിബിഐ അന്വേഷണമില്ലെന്നും കോടതി അറിയിച്ചു. കരൂർ ദുരന്തത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയെ രൂക്ഷമായാണ് കോടതി വിമർശിച്ചത്. ദുരന്തത്തിൽ കുട്ടികളടക്കം മരിച്ചിട്ടും പാർട്ടി നേതാവ് സ്ഥലം വിട്ടെന്നും അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ലെന്നും കോടതി വിമർശിച്ചു. ദുരന്തം മനുഷ്യനിർമ്മിതമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കുടിവെള്ളവും ശുചിമുറിയും ഒരുക്കേണ്ടത് പാർട്ടികളാണ്. അച്ചടക്കമില്ലാത്ത പ്രവർത്തകരെ ആരാണ് നിയന്ത്രിക്കേണ്ടതെന്നും കോടതി ചോദിച്ചു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നടപടിയെടുത്തിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു. ദുരന്തത്തിൽ സിബിഐ അന്വേഷണമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നോർത്ത് സോൺ ഐ ജി അന്വേഷണത്തിന് നേതൃത്വം നൽകും. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷിക്കും BJP അഭിഭാഷകനും നൽകിയ ഹർജികളാണ് കോടതി തള്ളിയത്. ഹർജിക്കാരന് ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സിബിഐ അന്വേഷണത്തെ എതിർത്ത തമിഴ്നാട് സർക്കാരിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ പൊതുയോഗങ്ങളും റാലികളും കോടതി നിരോധിച്ചു. നിലവിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണം ആരംഭിച്ചയുടൻ എങ്ങനെ സിബിഐക്ക് കൈമാറുമെന്നും കോടതി ഹർജിക്കാരോട് ചോദിച്ചു. സംഭവം രാഷ്ട്രീയ പോരിനുള്ള വേദിയാക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അതിനിടെ വിജയ് ഉടൻ കരൂർ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. ചെന്നൈയിൽ ചേർന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിന് ശേഷമാണ് വിജയ് നിലപാട് അറിയിച്ചത്. വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ കരൂരിലെ പ്രവർത്തകർക്ക് വിജയ് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.